സാറന്മാരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? കണ്ടാൽ അറിയില്ലേ? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴു ഭ്രാന്തനായിപ്പോവും. ആട്ടെ, നിനക്ക് എന്ത് പണിയാ? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. എന്റെ മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ് साहब, अरे लोगों बाहर आ जाओ। इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है। जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ। सब लूटा की होश में ये तो क्या किया। नमस्कार साहब। नमस्कार। इधर काम के लिए जगह काली है, ये जानकर मैं नेपाल से आया हूँ। എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു? थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 10. अरे फोन ഇതൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. मेनन सर, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक की नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്? ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു കഴിച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. ശുക്രിയ സാബ്. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. ഹായ് അങ്കിൾ, ഹൗ ആർ യു? മിസ്റ്റർ രമേശ് നമ്പ്യാർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുച്ച് നഹീ സാബ്. തന്നോടല്ലോ ഒന്ന് പോയോ? ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ, രാം സിംഗ്. രാം സിംഗ്. നോ നോ നോ, ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. മോളെ സൂര്യേ, എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ GM ചാർജ് എടുക്കാൻ പോകുന്ന ആള് 7-ാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ MBA. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനാ രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, ലെറ്റ് മീ സീ ഹിം ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്? അയ്യോ, ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത് അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിട്ടിത്തരം പറയണ. പിന്നെന്താ വഴി? പങ്കായ കെണി വെച്ച് അവനെ തട്ടം. അതിന് പറ്റിയാൽ പൊളിറ്റിക്കൽ ബ്രോക്കർ ബേപ്പൂര് മൂസ. സമൂസ? പരിപ്പ് വട. നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട് ഇവന്മാർക്കൊന്നും പൊളിറ്റിക്സും അറിയില്ലേ? കോട്ടയം നമ്പർ 4. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാ നേരിട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ സംസാരിച്ച് വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ പെട്ടെന്ന് പറഞ്ഞോളി.
നമുക്ക് ഒറീസയിൽ ഇത്തിരി പണിയുണ്ട്. 4-5 പൊളിറ്റിക്കൽ മർഡർ, അതിനുള്ള ആൾ ഏർപ്പാടാക്കണം. അല്ല മൂസിക്ക, ഇത്രയും കൊലപാതകങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അകത്തായില്ലേ? എന്റെ കരുനാവ് കൊണ്ടൊന്നും പറയാതെ നമുക്ക് നമ്മൾ വെറും ഓർഗനൈസർ. വാടക കൊലയാളികളെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാവൻ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും പെട്ടെന്ന് കൂടി കയറി വരും. ആ രമേശ് നമ്പ്യാരെ ഒതുക്കാൻ എന്താ ഒരു വഴി? അതെ. നീ അങ്ങോട്ട് ഇരി. ഇങ്ങോട്ടിരുന്നോ? അയാള് വലിയ കോടീശ്വരനും പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ? ആണ്. വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആയിരിക്കണം. എയർപോർട്ടിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളയാം. അത്രയ്ക്ക് വേണോ? നിങ്ങൾ ബേജാറാവണ്ട, ആലിബാബയെ വരുത്താം. കിഡ്നാപ്പിംഗ് എക്സ്പെർട്ടാ. കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കോളും. പക്ഷെ ഒറ്റ വരിക്ക് 5 lakhs കൊടുക്കണം. 5 ലക്ഷം. 5 ലക്ഷം? ആ വെടി മിസ്സായാല് മിസ്സാവുന്ന പ്രശ്നമേ ഇല്ല. അഥവാ മിസ്സായാൽ ഒരു വെടി കൂടി വെക്കണം. അതിന് കൊടുക്കണം 5 ലക്ഷം. കൊടുക്കണം. അത് മാത്രോ? എന്റെ ബ്രോക്കറേജ്, വിമാന ചെലവ്, ബോംബെയിലെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്, പിന്നെ ബൊമ്പായി അല്ലേ എന്റർടൈൻമെന്റ്സ് അതും ഇതും കൂടി. അല്ലിക്കായി എന്റർടൈൻമെന്റ് അതെന്താ? അതായത് എടോ, എന്റർടൈൻമെന്റ് എന്താണെന്ന് അയാൾ മുമ്പ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതിനോടെ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചാല്? അവന്റെ സംശയം. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ? നമ്മൾ പറഞ്ഞ പോലെയല്ല, ഞാൻ പറഞ്ഞ പോലെ. ഞാൻ ബോംബെയൊക്കെ പറക്കുന്നു, ആലിബാബയെ കാണുന്നു. കിടക്കായിരുന്നു. അയാൾ വന്നിട്ടുണ്ടാവും. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ? എന്തന്വേഷിക്കാൻ? എവിടെ അന്വേഷിക്കാൻ? അവിടെ വെടി പൊട്ടി, ഇനി ഒരു പൊടി പോലും കിട്ടില്ല. ആലിബാബ അവിടെ അവനെ തട്ടി, മണിവർണ്ണൻ ഇവിടെ ഇവളെ കെട്ടു. അച്ഛാ, ബഹുത്തച്ഛാ. ठहरो। आपका नाम क्या है? രമേശ് നമ്പ്യാർ. എന്റെ അതേ പേര്, क्वालिफिकेशन? MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? സർ, I am രമേശ്. ഏത് രമേശ്? എന്ത് രമേശ്? രമേശ് നമ്പ്യാർ MBA. ഓ, രമേശ് നമ്പ്യാർ MBA. സാറേ, രമേശ് നമ്പ്യാർ എത്തി. 5 ലക്ഷം പോയോ ഭഗവാനെ? ഇവനെന്തോ ഒരു കള്ളനെ പോലെ പതിഞ്ഞു നോക്കണ. ഒരൊറ്റ ഓട്ട പോലും ശരീരത്തിലില്ല. നമസ്കാരം. അല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തിയോ ചവിട്ടോ എന്തൊക്കെ ഉണ്ടായി? ഓ, അപ്പൊ ആലിബാബയെ വരുത്ത ഇവന്മാരാണല്ലേ? ഉണ്ടായി. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടിയുണ്ടതാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റിക്കളഞ്ഞ അതങ്ങ് ചീറ്റി പോയി. ചീറ്റിയത് വെടിയുണ്ടല്ല, 5 ലക്ഷം. 5 ലക്ഷം? അത് ഈ അതെ, ഈ കണ്ണപ്പണ്ണിൽ ചന്തു പറഞ്ഞില്ലേ, ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം. ആ പാട്ട് പിന്നെ ഭയങ്കര ഇഷ്ടം. ആലിപ്പഴം നിവർക്കാം പീലിക്കൂടെ നിവർത്താം. ഇവന്മാര് പാരയായിട്ട് വരും. ആലിപ്പഴം ഞാൻ പെറുപ്പിക്കാൻ കേട്ടാ. ഹലോ. I am രമേശ് നമ്പ്യാർ MBA. I am ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ? എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്കം കഴിച്ച അനുഭവമായനെ. നല്ല ഹ്യൂമർ സെൻസ്. ബൈ ദ ബൈ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു. മോളെന്തിയടോ? മോൾക്ക് കാണാന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. ये आली बाबा जी, तुम ओरिजिनल आली बाबा आनो? ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ മതി. എന്റെ അടുത്ത് ആപ്പ് വേണ്ട. മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പൊ മലയാളം അറിയാലേ? മലയാളം മാത്രമല്ല, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാടക കൊലയാളിയായതിനാൽ ലോകത്തിലെ സർവത്ര ഭാഷയും എനിക്കറിയാം. പക്ഷെ കണ്ടാ പറയില്ലട്ടോ എന്താണ് ആലിബാബ ആണെന്ന്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. കൊണ്ടില്ലല്ലോ. ആദ്യത്തെ വെടി ഒന്ന് ചീറ്റിയില്ലേ, ഒരു വെടിക്ക് 5 ലക്ഷം.
അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ 5 ലക്ഷം. അതൊരു നെറികെട്ട ഏർപ്പാടായി. ബൈ. ആദ്യത്തെ വെടി ചീറ്റിയോ? ചീറ്റി മാത്രമല്ല, തൂച്ചിപ്പോയി എന്റെ പണം പോയി. मेरा जीवन में पहले बार एक गोली बेकार हो गया. എന്താണ് മോനെ, എന്താണ്? അതായത് പുള്ളിക്കാരൻ പകല് ബാറിക്ക് 2 വീഴ്ച. पहले बार लल्ला, पहले बार. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവൻ നമ്മുടെ ഷെയറിലുള്ള ഒരു പറമ്പ് വിറ്റിട്ടാണ് 5 ലക്ഷം തന്നത്. ബായി. इन्हीं उन्नम पड़किല്ല. और एक गोली में सब खत्म कर दूंगा. समझा? പതുക്കെ, ചുപ്പ് ചുപ്പ്. ഒരാളുടെ ശരീരം ഇല്ലെങ്കിലും 2 ആളുടെ ശബ്ദമാണ്. ഭായ് ഭായ് ആലിബാബയാണെന്നും രമേശ് നമ്പ്യാരെ കൊല്ലാൻ വന്നാണെന്നും ഇവിടെ ഓരോ ഇത് തട്ടിക്കഴിഞ്ഞ അപ്പൊ സ്ഥലം വിട്ടോളാം. റെഡി ക്യാഷാ. അതുവരെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബില്ല് ഞങ്ങള് പേ ചെയ്തോളാം. ആരാ അങ്കിൾ ഈ കടും പച്ച? ये कौन है? ഇവനാണ് രമേശ് നമ്പ്യാർ. ലുക്ക് കണ്ടിട്ട് ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. ഇവനാണ് നമുക്ക് തട്ടേണ്ടത്. അച്ഛാ. ആരായാള്? അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശവ മേനോല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ട് ഒരു മേനോന്റെ ലുക്കില്ലല്ലോ. അതെ, ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡാ. അതെയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണമെന്ന്. ഇടക്കിടക്ക് കെട്ടിക്കാനാ? അതെ, വല്ലപ്പോഴും വല്ലപ്പോഴും കെട്ടിക്കാനാ? ഒരു താന്നും ഉണ്ടായില്ലടോ. അതെയാ, ഞാൻ എന്റെ മോളെ കെട്ടിക്കണമെന്ന് പറയാറില്ലേ, അത് ഇയാളാ. എന്താ പേര്? അത് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രനോ? അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേരാ നാം ഹരിചന്ദ്രൻ ഹൂം. സംസാ? वो हिंदी बोलता है. സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ? ബോഡി ഗാർഡോ? പിന്നെ നോ നോ, ഹീസ് അവർ GM മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓഹോ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് MBA. ഉദാഹരണമൊന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ, ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു. ഓക്കെ അങ്കിൾ. അങ്കിൾ, നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മള് കോൺട്രാക്ടർ. എങ്ങോട്ടാ? അത് മുझे उस लड़की से मिलना. രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിക്കൂ. അച്ഛാ, ചലോ ചലോ ചലോ. ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എവിടാണോ സൂര്യ? എവിടെ? ഞാൻ ഡീൽ ചെയ്തോളാം. തും ജാവോ ജാവോ ജാവോ. ഇതൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം. ജാവോ മാം. മുझे जानता हूं. എന്നെ മനസ്സിലായോ? ആരാ? അച്ഛൻ പറയണ കേട്ടു. എന്നെ കെട്ടാൻ പോണ ആളല്ലേ? അതെ, ഞാൻ രാത്രി വരാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആളെ കണ്ടു. ഇനി അറിയേണ്ടത് അവളുടെ ബെഡ്റൂമാണ്. मेरे अंगने में तुम्हारा नाम सूर्य है, सूर्य है. അത് ഇത് ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. എന്താ? ഏയ്, ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. അയ്യോ. എന്താ? പിടിക്കാൻ വന്നതാ. അയ്യോ, കള്ളനെ പിടിക്കാൻ വന്നതാ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? അതെ, വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടി. ഒരു അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്.
ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. अरे भाई एक 420 दे दो. ഇവരാരാ? നമ്മുടെ ഈ പ്രദേശത്ത് ആലിബാബ എന്ന് പേരുള്ള ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ട് ആശാനെ? എന്തിനാ? ഇവര് ബോംബെന്ന് വന്നതാണ്. ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അയാൾ ഇവർക്കൊന്ന് കാണണം. എന്താ കാര്യം? ക്യാ ബാത്ത്? 10 लाख रुपया उसको देने का है. 10 ലക്ഷം രൂപയോ? ആട്ടെ, ആളെ കണ്ടറിയോ? അത് ഞാൻ ചോദിച്ചു. ഇവരുടെ നേതാവ് പറഞ്ഞിട്ടാ ഇവര് വന്നിട്ടുള്ളത്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരെങ്കിലും വന്നാ പറഞ്ഞേക്കാം. അരെ ഭായ്, ഇधർ ഭി കോയി നഹീ. अच्छा ये ले लो. അരെ ഭായ്, ബാലൻസ് ബാലൻസ്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ ഒരു കളി കളിക്കാം. അയ്യോ, ആട്ടോയുടെ കാശ് പിന്നെ തരാവടോ. കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്കൊരു കോളുണ്ട്. ക്യാക്കോൾ? താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. തട്ടിപ്പ് വീരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലുണ്ടല്ലോ ഞാൻ ഗോളടിക്കും, പറഞ്ഞേക്കാം. എന്നെ ഫുള്ളാക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിയരുത്. ഇന്ത്യ അറിയായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ 4 ഗോസായിമാര് വന്ന് താമസിക്കുന്നുണ്ട്. കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ്. അവർ ആലിബാബ എന്ന് പേരുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. 10 ലക്ഷം? 10 ലക്ഷം. അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല, ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. ഇപ്പൊ ആളെ തിരക്കി ഈ പ്രദേശത്ത് കറങ്ങിയടക്കിയ. താൻ മനസ്സ് വെച്ചാൽ 10 ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം. എങ്ങനെ? താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം. പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50. कौन है बे? बोलूंगा. उठो, इधर आइए. कौन है तुम? अली बाबा. तू है अली बाबा, बॉम्बे वाला अली बाबा. हाँ, मैं अली बाबा हूँ. तुम लोग ढूंढता हुए वही अली बाबा. साले बदमाश! नहीं तो मारो साले, मारो! मारो! भाई को मारो! मारो साले को! കിട്ടിയോ? എന്റെ ബാധ്യത അങ്ങോട്ട് പോയാ മെന്റൽ, ഇങ്ങോട്ട് പോയാ ഡെന്റൽ. എന്താണ് ഒരു മാർഗം? ഇതുവഴി പോകാം. इधर क्या चोर? आओ. സാബ്, അയ്യോ, എന്ത് പറ്റി? സാർ ഈ വീടിന് പുറത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല. അയ്യോ, അങ്ങ് പോയി. ഞാൻ കുച്ചിനഹി ദേഖാ. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ജീവിതം കാഷ്ടമായി പോയി. സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന. അയ്യോ, സോറി. നൊന്തോ? ഒന്നുമില്ല. ആ MBA കാരന്റെ പോക്ക് കണ്ടോ? ഈ MBA കാരന്റെ നിപ്പ് കണ്ടോ? അത് 11 വ്യാഴൻ. ഇത് കണ്ടക ശനി, കൊണ്ടേ പോവും. കുറവൻ കോണത്തെ MBA. നീ എന്താ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നേ? ശരിയാണല്ലോ, വലത് കൈ എന്ത് പറ്റി? വേർസ് യുവർ റൈറ്റ് ഹാൻഡ്. അല്ല, സാറാ കയ്യിൽ നിന്ന് പിടിവിട്ടാലല്ലേ കുട്ടിക്ക് വലുതായിട്ട് ആഹാരം കഴിക്കാൻ പറ്റൂ. രമേശ്, ജാതകത്തിന്റെ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ. ഏതാ നാള്? പൂരുട്ടാതി. ഗുഡ്. പൂരുരുട്ടാതി പിറന്ന ചെക്കന് അശ്വതി പിറന്ന അച്ചി. കേമൻ തന്നെ. ഡാഡിയോട് വിളിച്ചു പറഞ്ഞേക്കോ, ഉടനെ പുറപ്പെട്ടോളാൻ. ഡാഡിയോ? ഏത് ഡാഡി? ഡാഡി അവരെ മറന്നുല്ലേ? ഇന്നലെ കൂടെ വിളിച്ചിരുന്നു ഡൽഹിന്ന്. ഓ, അതാണോ ഡാഡി? ഞാൻ പപ്പാന്നാ വിളിക്കാറുള്ളത്. അതെ, ഈ കല്യാണത്തിന് ഡാഡി മസ്റ്റാണോ? മസ്റ്റാണെന്നോ? കല്യാണത്തിന് തന്റെ മസ്റ്റാണ്. എന്റെ മോനെ കാണാൻ എനിക്ക് തിടുക്കായി. ഒറ്റ മോനല്ലേ, ഉത്തട്ടാതി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുട്ടാതി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. അതെ, പൂരിട്ടാതി മുക്കാലി, ഉത്തട്ടാതി കാലി. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. അല്ല, താൻ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിച്ചെടുക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ?
അല്ലല്ല കുറുപ്പല്ല മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക് ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്കാ നാം ക്യാ ഹൈ? എം.എൻ. നമ്പി. എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യാർ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ചായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാറെന്താ പെട്ടെന്ന് ഞെട്ടിയത്? ഓ, താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടിമോട്ടാവുണ്ട്. അവൻ പെട്ടി കണ്ടാ വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായിരിക്കും. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലും ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാ. ഇതാ ചായ. ഈ ചായ അല്ല ആ ചായ, അത് മുഖച്ഛായ. എന്നാലും ഈ ചായ അല്ലേ ഇങ്ങത്താ. മോനെ, മോനെ.